ഓക്കെ, കഴിഞ്ഞ വീട്ടിൽ നമ്മൾ ലൈഫ് ലാബിനെ പറ്റി എന്താണെന്ന് ജസ്റ്റ് സ്നീക്ക് പീക്ക് കാണിച്ചു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കാം ലൈഫ് ലാബ് എന്താണ്. ചെറിയ കുട്ടിയുണ്ട് ലൈഫ് ലാബ്. സന മാമാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. സന മാം ഇപ്പം എന്ത് നടന്നുകൊണ്ടിരിക്കണേ? ഇപ്പം നല്ലൊരു അടിപൊളി ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ വെരി എക്സൈറ്റഡ്. ഓൽക്കൊരു ഇൻസ്ട്രക്ഷന് പോലും വെയിറ്റ് ചെയ്യാൻ വയ്യ, അത്രയും എക്സൈറ്റഡ് ആണ്. നല്ല അടിപൊളി കുട്ടികളാണ്. ഓക്കെ, ലെറ്റ്സ് സീ ദ ഓക്കെ, നമുക്ക് ഓരോ ഗ്രൂപ്പിൽ ഒരു കുട്ടിനോട് ചോദിച്ചേക്കാം എന്താണ് ഇവിടെ ചെയ്യണമെന്ന്. ഹലോ ഹലോ, ഹായ്, ഞങ്ങൾ ആനനെ വരച്ചുകൊണ്ടിരിക്കാം. സ്പെഷ്യാലിറ്റി പറഞ്ഞു. ഈ ആനയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആനയാണ്. നന്നായിട്ട് എല്ലാ വെയിറ്റൊക്കെ ഇതാക്കാനുള്ള അല്ല വെയിറ്റൊക്കെ പിടിച്ച് ഇതാക്കാനുള്ളൊരു സ്ട്രെങ്ത് ഉള്ള ഒരു ആനയാണ്. വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടീമിനോട് ചോദിച്ചേക്കാം. ഹലോ ഹലോ, എന്താ ഇത് ഞങ്ങൾക്കൊരു ടാസ്ക് തന്നതാണ്. ആദ്യമായിട്ട് ഓരോരുത്തരോട്, അതായത് ഒരാളോട് ഒരു കണ്ണ് വരക്കാൻ പറഞ്ഞു, അടുത്ത ആളോട് ഒരു കണ്ണ് വരക്കാൻ പറഞ്ഞു, പിന്നെ ഒരു ചെവി വരക്കാൻ പറഞ്ഞു. ലാസ്റ്റ് ഞങ്ങളോട് ഇതെല്ലാതും കൂടെ കൂട്ടിയിട്ട് ഒരു ആന വെക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ കംപ്ലീറ്റ് ആയൊരു നമ്മുടെ ഈ ആന എന്ന് പറഞ്ഞാലേ ഒരു കാലത്ത് ഐരാവതം എന്ന് പറഞ്ഞ ആനയെ അറിയില്ലേ? ഒരു പണ്ട് പഠിച്ചിരുന്നതാ. അതിന് വംശനാശം സംഭവിച്ചു എന്ന് നമ്മളിപ്പോ ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ അതില്ല. പക്ഷെ അതെ, ഇത് റീക്രിയേറ്റ് ചെയ്ത് നമ്മളെ വംശത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ആനയും കൂടെയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടീമിൽ വിളിച്ചേക്കാം. ഹലോ ഹലോ, ഇതെന്താ? ഒറ്റക്കണ്ണൻ ആന, എവിടെയും കാണാത്ത. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആമസോൺ ഫോറസ്റ്റിൽ നിന്ന് കണ്ടെത്തിയ ഒരു പ്രത്യേകത. ഇവിടെ ഒന്നും ഇല്ലാത്ത ആനയാണ്. ഞങ്ങള് ഇത് എവിടെയും കാണപ്പെടാത്ത നമ്മുടെ ടീം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച പുതിയൊരു എന്താ ആനയാണ്. കണ്ണിന് പല പ്രത്യേകതകളും. ക്യാമറ പോലെ. അപ്പൊ ഈ ആന വിജയിക്കോ നോക്കാം. ഇപ്പൊ നമുക്ക് ലാസ്റ്റ് ടീമിൽ നമ്മുടെ ബോയ്സിന്റെ ടീമിൽ ഒരു ആന ഉണ്ട്. ഹായ് ഹായ്, എന്താണ് ചെയ്തത്? നമ്മളൊരു ഹൈബ്രിഡ് ആന, തായ്ലാൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഒരു ആനേനെ നമ്മൾ വരച്ചത്. ജസ്റ്റ് ആന കാണിച്ചു തരുമോ? കാണിച്ചു തരാം. ഓ വൈഫ്. ഈ ആനക്ക് ഒന്ന് കിരീടമൊക്കെ ഉണ്ടോ? കിരീടം അതോ? ഇത് കിരീടാണ്. ഇതൊരു വൈഫൈ ആനയാണ്. എന്തുവാനോ? വൈഫൈ ഹൈബ്രിഡ് ആന. ഓക്കെ, ഇത് നെറ്റിപ്പട്ടത്തിൻ്റെ ഓരോ ഫീച്ചേഴ്സിലെ സാധനങ്ങളാണ്. ഒരു പൂക്കി ആനയാണ്. പൂക്കി ആന. അപ്പോൾ അത് ഫെസ്റ്റിവലിന് പറ്റുള്ളൂ. അങ്ങനത്തെ പൂക്കി ഫെസ്റ്റിവൽസിന് മാത്രം ഇറക്കുമതി ചെയ്ത ഞങ്ങൾ തായ്ലാൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഒരു ആനയാണ്. കണ്ടില്ലോ, എല്ലാവരും ആന കണ്ടില്ല. പിന്നെ കോർഡിനേറ്റ് ചെയ്യണ 3 ഇൻറ്റേൺസ് ഉണ്ട്. ഒന്നിൽ മെയിൻ ഇൻറ്റേൺസ് ആണ്. താല്പര്യമുണ്ടോ കോർഡിനേറ്റ് ചെയ്യല്ലോ? അപ്പോൾ എന്താണ്, എങ്ങനെയാണ് ലൈഫ് ലാബ് കണ്ടത്? മൊത്തത്തിൽ ഉഷാർ ചെയ്യുന്നു. ഇതൊരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. മാഷാഅല്ലാ, എല്ലാ കുട്ടികളും അടിപൊളിയാണ്. കോർഡിനേറ്റ് പറയണേ. പിന്നെ ഒരു പണിയില്ലാതെ മൂലക്ക് 2 കോർഡിനേറ്റേഴ്സ് ഇരിക്കുന്നുണ്ട്. അതും അൺഎക്സ്പെക്ടഡ്, ഫുൾ ആക്ടിങ്. എന്താ പറയൂ? അത് കട്ട് ചെയ്യണം. അനീഷിനെ നമ്മൾ നേരത്തെ കണ്ടു, നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലേ? വെറുതെ കയറി വന്നിരിക്കുക, വെറുതെ നോക്കിയിരിക്കുക. സപ്പോർട്ട് ചെയ്യണം അല്ലേ? നമ്മൾ ഓരോ പോയി കണ്ടിന്യൂ, ഓരോന്തൊക്കെ വർക്ക് ചെയ്യണൊക്കെ നമ്മൾ നോക്കിന് പോയി നോട്ട് ദി പോയിന്റ് ഓരോ കണ്ടിന്യൂ എന്ന്. അപ്പോൾ നമുക്ക് ഈ വ്ളോഗ് ഇവിടുന്ന് സെൻഡ് ചെയ്യാം. നേരത്തെ സ്നീക്ക് പീക്ക് അതിന് കാണിച്ചു തന്നെ. അപ്പോൾ ഫുള്ളായി കാണിച്ചു തന്നെ, സെഷൻ മാത്രമേ ഉള്ളൂ. മിഷ സാർ പുറത്ത് പോയിട്ടുണ്ട്. മിഷ സാർ വന്നാൽ ഫുൾ സെഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ പിന്നെ കാണാം. ഓക്കെ, ബൈ.